അതെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണ് കണ്ട് തല്ലിപ്പൊളിക്കാനോ തെറി പറയാനോ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞോളാം കാര്യങ്ങള്. ശീതള, ശീതള, ഒന്നിട്ട് വന്നേ. നിന്റെ എതിർ സ്ഥാനാർത്ഥി ഏട്ടനാകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാത്തത്. നിന്റെ ഏട്ടനും കൂട്ടനും കൂടിയിട്ട് ഇന്നലെ നമ്മുടെ കൊടി പറിച്ചു വെച്ചിട്ടുണ്ട്. ഏട്ടനെ വിളിക്കും, ചോദിക്കാതെ വിളിച്ചു ചോദിക്കും. ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ. ചേട്ടാ, ചേട്ടന്റെ പാർട്ടിക്കാർ കാണിച്ച പണിയാണോ? എന്റെ പാർട്ടിക്കാരോ? ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി വലിച്ചു കയറിയെന്ന്. അത് എന്റെ പാർട്ടിക്കാരാ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പറയണത്? അവിടെ കിടന്ന് മൊയ്ത് കിടന്ന് കറങ്ങണ്ടായിരുന്നു രാത്രി. ചോദിക്കളിയാ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത്? ഞങ്ങളുടെ കൊടി ഞങ്ങൾ പറിച്ചു വലിച്ചിട്ടില്ലല്ലോ, അത് നിങ്ങൾ തന്നെയല്ലേ വലിച്ചിട്ടത്. എന്റെ പൊന്ന് ചെങ്ങാതിയായി ഒരു കൊടിയല്ലേ, അത് മറഞ്ഞു വേണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് കുഴിച്ചിട്ടാ പോരെ. ചേട്ടാ, അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. പാർട്ടിക്ക് കൊടി വലുത് തന്നെ. ആരെന്ത് കണ്ടോരൊന്നും ഇല്ലല്ലോ. കണ്ടോരില്ല എന്തിനാ രാത്രി 12 മണിക്ക്? 12 മണിക്ക് ഇവർക്ക് എന്താണ് പരിപാടി? എന്തൊക്കെയാണ് രാത്രി 12 മണിക്ക് എന്ത് പരിപാടി? കണ്ട സമയത്ത് നിങ്ങൾക്ക് അവരോട് ചോദിച്ചുകൂടാ? അക്രമം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിലാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ടൊന്ന് പോ ചങ്ങാതി. സത്യശീല, ഇന്നലെ രാത്രി നമ്മൾ കഷ്ടപ്പെട്ട് ഒട്ടിച്ച എല്ലാ പോസ്റ്ററും ഇവർ കീറിക്കണം. ഇതിനെന്താ സമാധാനം? അതിന് സമാധാനം പറയണോ? അപ്പൊ ചേട്ടന് പോസ്റ്റർ കയറിയപ്പോ ചേട്ടന് വിഷമായി. ഞാൻ ഈ കൊടി കയറിയവരും പറയുമ്പോ ചേട്ടൻ അനക്കൊണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത്. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇതിന് ചേട്ടനോട് തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഇനി ഇവര് തീരുമാനിച്ചോളൂ. പാർട്ടിയും പാർട്ടി പ്രവർത്തനമൊക്കെ ഈ പടിക്ക് പുറത്ത്. ഇതെന്റെ വീടാ, ഇവിടെ ഒന്നും പറ്റില്ല. അതെ, ഇനി എല്ലാം കഴിഞ്ഞ് മതി അകത്തോട്ട്. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? കേൾപ്പൊളി.